മാഷേ, ഇതെവിടെ പോയി വരണു? എവിടെ പോവാനാന്ന്, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ, ഞാൻ താങ്കളെ കുറെ നേരം പ്രതീക്ഷിച്ചു. അപ്പോൾ ഏത് നാടകക്കാരെ മാഷ് പറഞ്ഞേ? ആ, അന്ന് നമ്മൾ പരിചയപ്പെട്ട അയാളുടെ പേരെന്താ? പ്രശാന്ത് ബാബു. ആ, ആണോ? അത് തന്നെ, അത് തന്നെ. ഓ, അദ്ദേഹം ഗംഭീരം, വളരെ പ്രഗത്ഭനായൊരു ഡയറക്ടറാണ്. എനിക്കങ്ങോട്ട് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. ഏ? എൻ്റെ ഇപ്പോഴത്തെ പ്രായവും ആരോഗ്യമൊക്കെ കണ്ടില്ലേ, അതൊക്കെ കഴിഞ്ഞു മാഷേ. ഇനിയിപ്പോൾ എന്നാണ് തുടങ്ങാൻ പറ്റുകയെന്ന് അറിയില്ല. ആ റോളൊന്നും എനിക്ക് പറ്റില്ല മാഷേ. അതൊന്നും ഇല്ല മാഷേ, അതൊക്കെ ശരിയാക്കാനല്ല ഞങ്ങളെ പോലുള്ളവര് അല്ലേ? ഏത് കഥാപാത്രത്തിനെയും രൂപപ്പെടുത്താൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് പറ്റും, അറിയോ? പറ്റും പറ്റും. ഞാനിപ്പോൾ തന്നെ പ്രശാന്തിനെ ഒന്ന് വിളിക്കാം. അതൊന്നും ഇപ്പം വേണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ. മാഷേ, മാഷിൻ്റെ ഒരു കാര്യം, നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പോയി ഒരു ചായ കുടിക്കാം. ചായോ? ആ, എന്താ ചെയ്യാ? ഇതെന്താ ഇന്ന് ചാപ്ലിനാണോ? അതെ, എനിക്കൊരിടം വരെ പോകണം. എവിടെ? നമ്മുടെ വാര്യർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം. ചെല്ല് ചെല്ല്. ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് വന്നത്. പ്രതീക്ഷയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ പോവുക. എന്നോടോ? എന്ത് ചോദ്യം? നീ എന്താ ഇങ്ങനെ? എങ്ങനെ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാനും മണിമാഷും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണോ? എന്നാ വേണ്ട, സാറിൻ്റെ ഒരു കാര്യം. മാഷേ, നെഗറ്റീവായി പറയേണ്ട സ്ഥലത്ത് നെഗറ്റീവായി തന്നെ പറയാൻ പഠിക്കണം നമ്മൾ. പിണങ്ങാൻ വേണ്ടി നമ്മൾ തമ്മിലുള്ള പ്രശ്നമല്ല. ശരി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാനെന്ത് പറയാനാ. എനിക്കൊരു പുതിയ കഥാപാത്രം ചെയ്യണമെന്നുണ്ട്. ആ കഥാപാത്രം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ശരി. ഡയറക്ടർ തടിയെന്നൊക്കെ ആയിരിക്കില്ലേ, ഗംഭീരാവുന്നുണ്ട്. തൂങ്ങ് തൂങ്ങ് തൂങ്ങ്. എന്താ ഭാഷ വിശേഷം? എന്ത് വിശേഷം? അല്ല, എവിടെയായിരുന്നു? ചെറിയ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതോ അന്നൊരു കാര്യം പറഞ്ഞു പോയതാ, പിന്നീട് കണ്ടിട്ടില്ല ഈ ഡയറക്ടറെ. എല്ലാം റെഡിയാക്കാം. എന്ത് റെഡിയാക്കാം? മനസ്സിലുണ്ട്. എന്താ, പോയ കാര്യം നടന്നോ? എവിടെ നടക്കാൻ? നിനക്ക് വേറെ പണിയില്ലേ? അദ്ദേഹം അങ്ങനെ പിടിതരുന്ന ആളൊന്നുമല്ല. അല്ല, ഇതെങ്ങോട്ടാ? എനിക്കേ മേക്കപ്പിൻ്റെ ചില സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ.
ഇത് ഇതുവരെ തീർന്നില്ലേ? കുറെ നാളായല്ലോ. ഉം? ഉം. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ പോവാ. ആ ചെല്ലേ. Stop it! Soldiers, don't give yourselves to brutes. Men who despise you, enslave you, who regiment your lives, tell you what to do, what to think, and what to feel, who drill you, diet you, treat you like cattle, use you as cannon fodder. Don't give yourselves to these unnatural men with machine minds and machine hearts. You are not machines. You are not cattle. You are men. You have the love of humanity in your hearts. You don't hate. Only the unloved hate. The unloved and the unnatural. Soldiers, don't fight for slavery. Fight for liberty. In the 17th chapter of St. Luke it is written, the kingdom of God is within man, not one man nor a group of men, but in all men, in you. You, the people, have the power. The power to create machines, the power to create happiness. You, the people, have the power to make this life free and beautiful, to make this life